ബാക്കിൽ നിന്ന് പുലി അങ്ങോട്ടേക്ക് ചാടിപ്പോയി. ആണ് പുലീനെ കണ്ടു വന്നത് രാത്രി സമയത്ത് 5:30 ആയിട്ടുണ്ട്. നമ്മൾ റൂമിന് മുമ്പ് ഇഷ്ടം പോലെ മാനുകളെ കണ്ടോ, ഇഷ്ടം പോലെ മാനുകൾ. നമ്മൾ റൂമിന് തൊട്ട് മുന്നിലാണേത്. ഏറ്റങ്ങളൊക്കെ പണിയിട്ടിതാ പോകാൻ നിൽക്കുന്നുണ്ട്. എന്തായാലും അടിപൊളി. എന്ത് ലൈഫിലാദ്യമായിട്ട് ഇങ്ങനെയാണ് കിടന്നോടത്ത് തൊട്ട് മുന്നിൽ മാൻ ഇങ്ങനെ കാണുന്നത്. എത്രയല്ലേ ഉള്ളത്? എന്ത് രസല്ലേ കൂട്ടായിട്ട്. മാന് മാത്രല്ല ഇഷ്ടം പോലെ കൊതുകുണ്ട്. കൊമ്പുള്ള ഹായ് എന്താ കണ്ടായി കുഞ്ഞാ? അത് ആനയാണോ? അത് ആനയാണോ? അതെന്താ? ആനല്ല, മാനാണ്. മാനാണിത്. അങ്ങനെ രാവിലായി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് മസ്നഗുഡി പോവാണ്. രാത്രി നല്ല രസമുണ്ടായിരുന്നു. മാനും ഒക്കെ സംഭവം അടിപൊളിയായിരുന്നു. ഇപ്പം ഈ രാവിലെ ആയതുകൊണ്ട് മാനിഫെസ്റ്റ് കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇഷ്ടംപോലെ മാനുകളുണ്ട്. നല്ലൊരു കോട പോലെ അതോ ഇഷ്ടംപോലെ മാനുണ്ട്. ഇതന്നെയാണ് ഇന്നലെ നമ്മളെ റൂമിന്റെ അവസ്ഥ. ഇഷ്ടംപോലെ മാനുകളാ. കാട്ടുപോത്ത് ഗൈസ്. അങ്ങനെ ഫസ്റ്റ് നമ്മളെ കാട്ടുപോത്തിനെ കണ്ട്. കാട്ടുപോത്ത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഇഡ്ഡലി, വട, സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്, എന്തൊക്കെ 2 ചട്നിയും സാമ്പാറും ഒക്കെ ഉണ്ട്, ഒരു ചായ. നമ്മളിതാ ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫുഡ് കേട്ടോ. എന്താ അതെല്ലാരും ഇങ്ങോട്ടൊക്കെ നോക്കണോ? മാനിങ്ങനെ ജാഗ്രത പറയാണെങ്കിൽ വണ്ടിക്കാരൊക്കെ കണ്ടിട്ടാണ് ചോദിച്ചോക്കണ്ടോ? ഞാൻ കണ്ടതല്ലേ. അല്ലെങ്കിൽ മാൻ ഇത്ര സ്പോട്ട് ഇങ്ങനെ കടുവ ചോദിച്ചു. ഹലോ, ഞങ്ങളിതാ മറ്റേ കാട്ടിലൂടെ വന്നപ്പോൾ ഇവരൊക്കെ പറഞ്ഞ മറ്റേ ഞങ്ങൾ നിന്നപ്പോണ്ട് ഈ മാനുകൾക്ക് ഭയങ്കര എന്തോ ഒരുമാതിരി സൗണ്ട് ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവരും എന്നിട്ട് ഒരുമിച്ച് ഒരൊറ്റ സെക്ഷനിക്ക് വരിക. അപ്പോൾ ബാക്കിലേക്ക് നോക്കുമ്പോൾ നമ്മൾ വണ്ടി അപ്പോത്തിന് ഇങ്ങനെ ക്രോസ് ചെയ്ത് അപ്പോൾ ഉണ്ട് ബാക്കിൽ നിന്ന് പുലി അങ്ങോട്ടേക്ക് ചാടിപ്പോയി. കടുവ പുലി എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടില്ല. ഞാൻ ഫ്രണ്ടിലായതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. വിലൊക്കെ ബാക്കൊക്കെ നോക്കുന്നവരൊക്കെ കണ്ട്. എനിക്ക് ജസ്റ്റ് മിസ്സായി. ഇന്നലെ നൈറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇവർ. അന്ന് നൈറ്റ് എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഇപ്പം ഞങ്ങളിതാ എലിഫൻറ്റ് ഫീഡിങ് ക്യാമ്പിലേക്ക് വന്നാണ്. നമ്മളെ റൂമിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇവിടെ കുറേ ആനകളുണ്ട്. പിന്നെ നല്ല സ്ഥലമാണ്. അതിന്റെ ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ കണ്ടാ അറിയാം. അതാണ് മാന്റെ ഷേപ്പ് എന്താ? കുറച്ച് ഹൈറ്റ്, ഷേപ്പ് കുറച്ച് പുല്ലിന്റെ ഷേപ്പ് എന്താ? ഇങ്ങനെ ഒരു പറഞ്ഞുതരാ. കടിച്ചിട്ട്
കുറച്ച് ഒരു പൂച്ചനൊക്കെ ഇത് മാതിരിയല്ലേ? അങ്ങനല്ല, പൂച്ചന്റെ പോലെ നമ്മളെ പൂച്ചനൊക്കെ ഒരു മാതിരിയല്ലേ? അത് കുറച്ച് വലുതായ കുറച്ചുകൂടി ഇതായ അങ്ങനെ ഉണ്ടാവും. അതെന്നാണ് സത്യം. അവിടെ ഞാന് കാരണം ആ മാനുകൾ അങ്ങനെ സിഗ്നൽ കൊടുത്ത് എല്ലാരും ഒത്തൊരുമയിൽ നിൽക്കണ കുരങ്ങന്മാർ ഓടിപ്പോയി. നമ്മൾ ടിക്കറ്റ് എടുത്തില്ലേ, നേരെ ഫുഡ് കഴിച്ച് വരുമ്പോൾ നേരെ കയറിയ. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ അപ്പുറം പോകണം പറഞ്ഞു. അങ്ങനെ ഇപ്പം അവിടെ പോയി ടിക്കറ്റ് എടുത്ത് കയറുന്നില്ല എന്ന് വെച്ച് ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്. നമ്മൾ പോവാൻ നേരത്തെ നമ്മൾ ഒരു സിംഹവാലം കുരങ്ങും ഇവിടെ വന്നിട്ടുണ്ട് നമ്മളെ റൂമിൻ്റെ തൊട്ടുമ്പോൾ. ഈറ്റങ്ങൾ ഇനി വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി ഫുള്ള് വന്നിട്ട് മാങ്ങ മൊത്തം തിന്നിട്ട് ഇഷ്ടംമാര്. അങ്ങനെ ഇതാ ഫൈനലി ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈമായത്. സമയം 10 ആയിട്ടുള്ളൂ, 12 മണി വരെയുണ്ട് ടൈം. പക്ഷേ നമ്മൾ കുറച്ച് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച് ചെക്കൗട്ട് ചെയ്ത്. അതാണ് ഞങ്ങളുടെ റൂം. സംഭവം എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ല ലൈഫിൽ എനിക്ക് തോന്നുന്നു എന്തായാലും വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ്. കാരണം നമുക്ക് രാത്രി ആകുമ്പോഴുള്ള എക്സ്പീരിയൻസ്. കാരണം ഇവിടെ ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് ഫുള്ള് മാനുകളാണ്. പിന്നെ ഞാൻ പറഞ്ഞ അവിടെ നിന്നില്ലേ ഇത് റൂം, അവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് പുലീനെ കണ്ടു പറഞ്ഞത് രാത്രി. അപ്പം എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ്. നമുക്ക് രാത്രി ആകുമ്പോൾ എന്തെങ്കിലും ആനിമൽസ് വരുമോ എന്തൊക്കെ വരുമോ എന്നുള്ളൊരു ഒരു ഭയങ്കര ക്യൂരിയോസിറ്റിയും ഒരു ടെൻഷനും. അങ്ങനെ ടോട്ടൽ പറയുകയാണെങ്കിൽ അടിപൊളി. പിന്നെ ഒരു പ്രശ്നം പറയുകയാണെങ്കിൽ കണ്ടോ, ഈ വണ്ടികളൊക്കെ കണ്ടോ ഇങ്ങനെ വരും ഓരോന്ന്. എന്നിട്ട് അവിടെ ബ്ലോക്ക്. അപ്പം ഊട്ടി റോഡ് മറ്റത് തുറന്നുണ്ട്. ആദ്യം പണിതുകൊണ്ട് തന്നെ അതിപ്പോൾ തുറന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാറിയിട്ട് ഇതിൽ വന്നിട്ട് എന്താക്കും, ഇവിടുന്ന് തിരിച്ചു പോകും. അങ്ങനെ ഇവിടെ ഫുള്ള് ക്രൗഡ് ഉണ്ടാവും. കണ്ടോ അവിടെ എല്ലാം ഇങ്ങനെ ക്രൗഡായി നിൽക്കും. അപ്പോൾ നമുക്ക് കുറച്ചൊരു പ്രൈവസി ഇഷ്യൂ അത്രേ ഉള്ളൂ. ബാക്കി ടോട്ടൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. രാത്രിയാകുമ്പോൾ നല്ല തണുപ്പുമാണ്. മൃഗങ്ങൾ വരും. പിന്നെ ഓരോരുത്തർ ഭാഗ്യം പോലെ നിൽക്കും ഓരോ ആനിമൽസിനെ കാണൽ. അതാണ് എന്തായാലും അടിപൊളിയാണ് എക്സ്പീരിയൻസ്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഇനി പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ.